Respected dignitaries and my dear friends, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ 12 വർഷത്തിന് ശേഷമാണ് വീണ്ടും തിരിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നത്. അപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വേദി ഞാനൊരു നന്ദി പ്രകാശത്തിന് വേണ്ടി യൂസ് ചെയ്യാണ്. എന്തിനാണ് നന്ദി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലപ്പുറത്തെ ഒരു നാടൻ, ഒരു സാധാരണക്കാരനായ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു മകൻ, വിദ്യാഭ്യാസപരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നും ഒരു നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ട് ഇന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേവൽ ആർക്കിടെക്ചറിൽ ബിടെക് ബിരുദവും അതിനുശേഷം UPSC എക്സാം ക്വാളിഫൈ ചെയ്ത് ഇന്നൊരു ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസറായി സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ എന്താ പറയുക, വഴി കാട്ടുന്നതിൽ എന്നും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു AF സാറും അതുപോലെ യൂണിവേഴ്സലും. നമ്മളെപ്പോലെ എങ്ങോട്ട് പോകണം, ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കും 2010 സമയത്തൊന്നും നമുക്കൊരു എങ്ങോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയയും ഇല്ല. നാട്ടിൽ ചോദിക്കാൻ ആരുമില്ല, വീട്ടിൽ ചോദിക്കാനും ആരുമില്ല. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ ഇന്നൊക്കെ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂട്യൂബ്, ഫേസ്ബുക്ക്, സാമൂഹ്യ മാധ്യമങ്ങളിലും അറ്റ്ലീസ്റ്റ് ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് നിന്ന് നമുക്കിങ്ങനെ പഠിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളെ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിന് അതിലൊരു അനിഷേധ്യമായൊരു വലിയൊരു പങ്കുണ്ട്. സാറ് വിളിച്ചപ്പോൾ ഓടി വന്നത് എൻ്റെ ഒരു മെയിൻ കാരണം അതുകൂടിയാണ്. അതുപോലെ ഇനി വരുന്ന ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഞാനും നിങ്ങളുടെ ഇതുപോലെ ഒരു വേദിയിൽ, ഇപ്പം അന്ന് അജ്മൽക്കൊക്കെ ആയിരുന്നു ഒന്ന് IIT ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ട് പോന്നിരുന്നത്. അജ്മൽക്കയും ഫവാസ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇതുപോലൊരു വേദിയിലിരുന്ന് ഈ വേദിയിലിരുന്ന് പ്രസംഗിക്കുന്ന ഒരാളായിട്ട് ഈ ഒരു രൂപാന്തരം ഒരു 10-12 വർഷം എടുത്തു ഇവിടെ എത്താൻ. എങ്കിലും അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വളരെ സംതൃപ്തനായ ഒരാളാണ് ഞാൻ. ഞാനത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത്രയും എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി, ഒരുപാട് NGOകളിൽ വർക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരു സെൻട്രൽ സർവീസിലൊരു ക്ലാസ് 1 ഓഫീസറായി. അപ്പം ഇതിനെല്ലാം എനിക്ക് ബേസായിട്ട് എങ്ങോട്ട് പോകണം, ഒരു കുഴിയിലെന്ന് പറഞ്ഞാൽ അത്രയും ഒരു എന്താണ് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു അറിവും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് നമുക്കൊക്കെ പറക്കാനൊരു ആകാശം കാണിച്ചെന്ന യൂണിവേഴ്സലാണ്. ഇനി വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ എന്താവണം. ഞാനും +1 പഠിക്കുന്ന IIT പോകണം, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു വെയ്ഗ് ഓർമ്മ എന്നല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് വെയ്ഗ് ഒരു ഐഡിയാസ് എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ വാങ്ങുക. ഞാൻ ട്രിവാൻഡ്രത്തെ ഒരു സിവിൽ സർവീസ് മേഖലയിൽ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു കുറച്ചു കാലം. അപ്പം ഞാൻ എപ്പോഴും ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും ബേസായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എത്താൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ IITകൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ എയിം ചെയ്യുക. മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ എയിംസിന് വേണ്ടി തന്നെ നിങ്ങൾ എയിം ചെയ്യുക. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മളൊരു ITIയിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി വാങ്ങി നിങ്ങളവിടെ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നതും ഒരു IITയിൽ പോയിട്ട് നിങ്ങളൊരു ലാസ്റ്റ് റാങ്ക് വാങ്ങുന്നതും വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളും, നിങ്ങളൊരു സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ, നമ്മൾ ഹിമാലയത്തിൻ്റെ താഴെ പോയി നിന്ന് നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ സ്വപ്നത്തിനും ഹിമാലയത്തോളം വലുപ്പം വരും. അതുപോലെ തന്നെയാണ് നിങ്ങൾ IITയിൽ പോയിട്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ കുസാറ്റിൽ പോയിട്ട് പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ആകെ 36 പേരാണ് ബാച്ചിലുള്ളത്. അതിലും തന്നെ 12ഓളം പേര് നേവിയിലെ ഓഫീസർമാരാണ് വരിക. ബാക്കി 24ഓളം പേരാണ് നമ്മുടെ നോർമൽ എൻട്രൻസ് എഴുതിയിട്ട് അവിടെ കയറുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. പലരുടെയും സ്വപ്നങ്ങൾ വലുതാണ്. പലർക്കും UK പോയിട്ട് PhD പഠിക്കണം, ചിലർക്ക് ജപ്പാനിൽ പോയിട്ട് ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് വരുന്നവർ. അപ്പം നമ്മൾ ഇപ്പോൾ നല്ലോണം പഠിച്ച് നല്ലൊരു കോഴ്സിലോട്ട് കയറുന്നത് കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ കൂടി ആയി മാറുകയാണ്. അതെല്ലാം മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം ഞാൻ പറയുന്നത്, ഏറ്റവും നല്ല കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും അതിലെ അത്രത്തോളം തന്നെ വലുപ്പം ഉണ്ടാവും. നിങ്ങളിവിടെ നാട്ടിലൊരു ചെറിയ കോളേജിലാണ് അഡ്മിഷൻ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത വീക്ഷണവും നിങ്ങളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതുപോലെ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാൻ കുസാറ്റിൽ ഇവിടുന്ന് പോയി ആ ഒരു 10 വർഷത്തെ ജേണി ചുരുക്കി ഒരു 2-3 മിനിറ്റിൽ ഞാൻ പറയാം. ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം. എൻ്റെ സ്വപ്നങ്ങളായിരുന്നു, മുൻപുണ്ടായിരുന്ന കുറേ സ്വപ്നങ്ങൾ. എനിക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യങ്ങളായിരുന്നു.
ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ എഴുതി വെച്ച, ഒരുപാട് യാത്ര ചെയ്യണം. എനിക്ക് മാർഷൽ ആർട്സിലൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഗുസാറ്റിൽ പോയപ്പോൾ എനിക്ക് അവസരം കിട്ടി, അവിടെ ബോക്സിംഗ് പഠിക്കാൻ അവസരം കിട്ടി. ആൻഡ് ഐ ബിക്കെയിം എ നാഷണൽ ലെവൽ ബോക്സർ. ആൻഡ് ഐ ഹാവ് ട്രാവൽഡ് എ ലോട്ട്. ഞങ്ങൾ ഗുസാറ്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും അവസാനം ഒരു മാസം നമ്മൾക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഷിപ്പ്യാർഡിലൊക്കെ പോയി ട്രെയിൻ ചെയ്യണം. ട്രെയിനിങ് ചെയ്യണമായിരുന്നു. ഈ ട്രെയിനിങ് സെക്ഷനൊക്കെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് മുംബൈയിലായാലും കശ്മീരിലായാലും എല്ലാം ഞങ്ങൾ പോയിരുന്നത് സ്കൂട്ടർ എടുത്തിട്ടായിരുന്നു. ഇവിടുന്ന് സ്കൂട്ടർ എടുത്ത് ഞങ്ങളൊരു വെസ്പ ഒരു 120cc സ്കൂട്ടറുമായിട്ട് ഞങ്ങൾ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട്. ലഡാക്കിൽ ഞങ്ങൾ ഏറ്റവും ഹയസ്റ്റ് പാസുകളിലായ കാർഡുംഗ്ലയിൽ പോയി, സിക്കിമിലെ ഗുരുഡോങ്മർ ലേക്കിൽ പോയി ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. ഞാൻ പറയുന്നതിന്റെ ഒരു സോൾ അതാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എത്രത്തോളം കളർഫുൾ ആക്കണം, എവിടെ പോകണം, IIT പോകണം, എയിംസിൽ പോകണം, ഇതൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ there is a wonderful life there ahead of you waiting for you. പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപാട് ആളുകൾ ഇനി നമുക്ക് ജീവിതത്തിൽ കാണാനുണ്ട്. ഞാൻ UPSC മേഖലയിൽ ഒരു അധ്യാപകനായിരുന്നു. അതിനുശേഷം UPSC സെലക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നും ഓരോ മണിക്കൂറിലും നമുക്ക് പുതിയ അനുഭവങ്ങളാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സൊനോലി ബോർഡർ, UP നേപ്പാൾ ബോർഡറിലുള്ള സൊനോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഓരോ അരമണിക്കൂറിൽ നമുക്ക് പുതിയ അനുഭവങ്ങളാണ്. പുതിയ ആളുകളെ കാണുന്നു. അവിടെ മന്ത്രിമാർ വരും, IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് എല്ലാവരും വരും. അവരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞയക്കണം. പുതിയ കേസുകൾ വരും. ഒരുപാട് പേരെ സഹായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ. നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ, അവരുടെ കൂടെ ജീവിക്കാൻ, ഒരുപാട് മനുഷ്യരെ കാണാൻ, നല്ലൊരു മനുഷ്യനാവാൻ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമുക്കൊരു കയ്യൊപ്പ് വെക്കാനുണ്ട്. വെറും ഒരു എഞ്ചിനീയർ ആയിട്ട് കുറേ പൈസ ഉണ്ടാക്കുക എന്നതിലുപരി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതം ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു, എത്രത്തോളം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ അഡ്മിഷൻ വാങ്ങുന്നു, അതുപോലെ ഇരിക്കും നിങ്ങളുടെ ഭാവിയിലോട്ടുള്ള ഇനി നിങ്ങളുടെ ജീവിതം. സോ ഗോ ഫോർ ഇറ്റ്. ടീക്കേ, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പം നിങ്ങൾ പഠിക്കുക, ഒരു വർഷം നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ മെനക്കെടുക. നിങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു UPSC പഠിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മെച്ചം അതാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ളവരെങ്ങനെ പഠിക്കുന്നു, നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ സിവിൽ സർവീസിനൊക്കെ നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കണം എന്ന് പറയും. നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ ഒരിക്കലും നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യില്ല. ഇപ്പം നിങ്ങളിവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുകയാണെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. യു ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് കോളേജ് പോസിബിൾ ആൻഡ് ഡു വണ്ടർ. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനി ഒരുപാട് അനുഭവങ്ങൾ കാത്തിരിപ്പുണ്ട്. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്യുക, അടിപൊളിയായിട്ട് ജീവിക്കുക. Live a wonderful life. That is what I wanted to tell you in this moment. Thank you, sir. Once again, thank you for inviting me here. Thank you, sir. Jai Hind.